2026 മെയ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. മിഥുനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. മകയിര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും തിരുവാതിര നക്ഷത്രവും പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം, ഒരു കാര്യവും നടന്നു കിട്ടില്ല, ചുമ്മാ ഇങ്ങനെ അലച്ചിൽ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള ആ ഒരു സ്ഥിതി മാറിക്കിട്ടിയിട്ട് പുരോഗതി ഉണ്ടാകുന്നു. നമുക്ക് പോയി കഴിഞ്ഞാൽ അധികം തടസ്സമില്ലാണ്ട് തന്നെ കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മനസ്സിനൊരു സന്തോഷം ലഭിക്കുന്നു. മനസ്സിനുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. വീട്ടിലുണ്ടായിരുന്ന അതായത് ഭാര്യയോടും മക്കളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ദേഷ്യം, കലഹം, ഇതെല്ലാം ഒന്ന് കുറഞ്ഞു കിട്ടുന്നു. അതുപോലെ ബന്ധുക്കളുടെയും ഉറ്റ മിത്രങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നു. ശ്രമിച്ചാൽ പല നല്ല വഴികളിലൂടെയും ധനമുണ്ടാക്കാൻ ഈ മിഥുനരാശിക്കാർക്ക് അല്ലെങ്കിൽ മിഥുനക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്, സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. പല വിധത്തിലും വസ്തുവകകളും പുരാതനപരമായ പല വിലപിടിപ്പുള്ള വസ്തുക്കളും കിട്ടി. ഇപ്പം ചെമ്പ്, ഓട് മുതലായ അല്ലെങ്കിൽ വെള്ളി, സ്വർണം അങ്ങനെയൊക്കെയുള്ള പഴയ പാത്രങ്ങൾ, അതായത് വളരെ വിലപിടിപ്പുള്ള പാത്രങ്ങളാണ്. ഇതിപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ വിളക്ക്, പഴയ രീതിയിലുള്ള വിളക്കുകൾ, ഉരുളി, വാർപ്പ്, അണ്ടാവ്, കലം, കുടം, മണി, കിണ്ടി മുതലായ പല വസ്തുക്കളും, വളരെ പഴക്കമുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് പല രീതിയിൽ ലഭിക്കാം. ഒരു വീട് നിങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചൊരു ഒരു പഴയ വീട്, 4 കെട്ടോ അങ്ങനെയൊക്കെയുള്ള വീടുകൾ വിലയ്ക്ക് വാങ്ങിച്ചത് പൊളിച്ചു പണിയുമ്പോൾ അവിടെ എന്തെങ്കിലും പണികളൊക്കെ നടക്കുകയാണെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വസ്തുവകകൾ കിട്ടിയെന്നിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിലെ നിലവറകൾ, വീട് പാർട്ടീഷൻ ചെയ്ത് പോകുമ്പോൾ അതിൽ കിട്ടുന്ന ആൾക്കാർക്കായിരിക്കും. അതിലും ഇതുപോലെ ഏതെങ്കിലും രഹസ്യ അറകളിൽ ഇത് വളരെ സൂക്ഷിച്ചിട്ട്, നിധി പോലെയാണ് ഈ സാധനം. അത്രയും വിലപിടിപ്പുള്ള ഒരു അത് നിങ്ങൾ ലഭിക്കേണ്ട, എല്ലാവർക്കുമല്ല, ഇതിൽ മിഥുനക്കൂറിൽ ചിലർക്ക് കിട്ടേണ്ട സാധ്യത കാണുന്നുണ്ട്. ഇനി പഴയ ഇല്ലം, തറവാടുകൾ, 4 കെട്ട് എന്നിവയിലുള്ള രഹസ്യ അറകളിലാണ് കൂടുതലും കാണുന്നത്. പല രോഗങ്ങളും മാറിക്കിട്ടുന്നു. ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ഇതിൽ ചിലരുടെ മക്കൾക്ക് അല്ലെങ്കിൽ കൊച്ചു മക്കൾക്ക് സംസാരത്തിൽ വിക്കുണ്ടാകും. ആ വിക്ക് അവരെ അങ്ങനെ ഒരു ദിവസം വിക്കുണ്ടെങ്കിൽ, സംസാരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സന്ദർശിക്കുകയും കൂടാതെ കാടാമ്പുഴ ദേവീക്ഷേത്രത്തിൽ മുട്ടുവഴിപാട് നടത്തുകയും കൂടി ചെയ്താൽ ആ വിക്ക് തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ഒരു ഡോക്ടറുടെ സഹായം കൂടി ഇത് തേടേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഉദ്യോഗസ്ഥർക്ക്, അതായത് യൂണിഫോം സർവീസിലുള്ളവർക്ക്, ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് സർവീസിലായിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ് സർവീസിലായിരുന്നാലും യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു സർവീസിലുള്ളവർ, ആർമി, നേവി, എയർഫോഴ്സ്, പോലീസ്, മറ്റുള്ള ഡിഫൻസ് സർവീസുകളിലെല്ലാം തന്നെ അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ശമ്പള വർധനവും അവർക്ക് കൂടുതൽ ലഭിക്കുന്നതാണ്. കൂടാതെ പല ആനുകൂല്യങ്ങളും ലഭിക്കും. അവർ ഏറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ശുഭകരമായ എല്ലാ കർമ്മങ്ങൾക്കും പറ്റിയ ഒരു സമയമാണിത്. ഏതെങ്കിലും ശുഭകരമായ കാര്യങ്ങൾ തുടങ്ങുന്നെങ്കിൽ ആ തുടങ്ങി വയ്ക്കുന്നതിനും ഒരു നല്ല ഒരു സമയമാണ്. പലരും വിരുന്നു സൽക്കാരങ്ങളിൽ വളരെ ഒരു വ്യക്തിയുടെ, വളരെ ഉന്നതനായ വ്യക്തിയുടെ വിരുന്നു സൽക്കാരങ്ങൾ നിങ്ങൾക്ക് ക്ഷണം ലഭിക്കുകയും അതിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ പിതൃ തുല്യമായ ആൾക്കാർക്കുള്ള, അതായത് ബന്ധുക്കൾക്കുള്ള അസുഖങ്ങൾ ബാധിച്ച് കിടക്കണമെങ്കിൽ, ഇപ്പോൾ അച്ഛൻ, അമ്മ, അമ്മാവൻ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉള്ള ഒരു പിതൃസ്ഥാനത്തുള്ളവർക്ക് അസുഖം മൂലം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ ശത്രുക്കളെ ശല്യം ചെയ്യുന്നവർ നിർത്തിവെക്കുന്നു. ആഭിചാരക്രിയകൾ, ഇപ്പോൾ ചെയ്വന, കൂടപത്രം എന്നൊക്കെ പറയുന്ന പോലുള്ള ആഭിചാരക്രിയകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദോഷഫലങ്ങൾക്ക് കുറയുന്നു. അത് മാറി അതെല്ലാം കുറഞ്ഞ് നിങ്ങൾക്ക് വളരെ മനസ്സമാധാനം കിട്ടുന്നു. ആത്മധൈര്യം കിട്ടുന്ന ഒരു സമയമാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾക്ക് സഹായിക്കുവാനായിട്ടും സാധിക്കും. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതലുണ്ട്. ഹൃദയത്തിൻ്റെ അസുഖമുള്ളവർ കൃത്യമായി വൈദ്യപരിശോധന ഈ മാസം നടത്തേണ്ടതാണ്. ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക്, ഈ കേരളത്തിൽ പഠിക്കുന്നവർക്കായിരുന്നാലും അതിന് വെളിയിൽ പഠിക്കുന്നവർക്കായിരുന്നാലും വിദ്യാതടസ്സം വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നു. അതുകൊണ്ട് യാതൊരു തരത്തിലും വിദ്യാതടസ്സം വരാനുള്ള ഒരു മാർഗം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് വരിക, അത് വിദ്യാഭ്യാസം പൂർത്തിയായിട്ട് വരിക. മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം എന്നേക്കുമായി മുടങ്ങുന്നതാണ്.
എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിശ്വസ്തരും അനുഭവ സമ്പന്നരുമായ ആൾക്കാരോട് നിങ്ങൾ ചർച്ച ചെയ്ത് അത് ഉറപ്പിച്ചിട്ട് വേണം ചില വലിയ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നതിലേക്ക് വേണ്ടി എന്നുള്ള ഞാൻ പറയാനുള്ളത്. അടുത്ത് ഈ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനനുസരിച്ചാണ് ഈ അവരുടെ ഫലങ്ങൾ പറയുന്നത്. മകയിരം നക്ഷത്രക്കാർക്കുള്ളതാണ്. 18 വയസ്സ് വരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ കുടുംബ സുഹൃത്തുക്കളായിട്ട് വരുന്ന അവരെ എല്ലാ കാര്യത്തിനും സഹായിച്ചുകൊണ്ടിരുന്ന ഒരാളിൻ്റെ വേർപാട് അവർക്കൊരു ദുഃഖമുണ്ടാക്കാം. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില മകയിര നക്ഷത്രക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ലഭിച്ച ആൾക്കാർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. പറ്റിയ ജോലിയെ കണ്ടുപിടിച്ച് വിവാഹിതരാകാനും അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാകാനും ഈ സമയത്ത് അവർക്ക് ഭാഗ്യം കാണുന്നുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ, അത് ശത്രുക്കളാകട്ടെ മിത്രങ്ങളാകട്ടെ, അവർ നിങ്ങളെക്കുറിച്ച് വേണ്ടാധീനങ്ങൾ പറഞ്ഞു വരുത്തുകയും അങ്ങനെ ഒരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞു വരുമ്പം ആൾക്കാരത് വിശ്വസിക്കുകയും നിങ്ങൾ കൂടി നിന്ന ആൾക്കാർ നിങ്ങളെ അവിശ്വസിച്ച് നിങ്ങളുമായിട്ട് കുറച്ച് അകലം വരികയും ചെയ്യുന്നു. ഈ സമയം നിങ്ങൾക്ക് അന്യദേശത്തേക്ക് മാറി താമസിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും ചില മകയിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന മനസ്സമാധാനം കിട്ടാം. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചിലർക്ക് കുറേ മനസ്സമാധാനം കുറവുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു. അതെല്ലാം അവർക്ക് മാറി കിട്ടുന്നു. ശാരീരിക സുഖവും മാനസിക സുഖവും അവർക്ക് ലഭിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും അവർക്ക് വരുന്നില്ല. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങൾ തലപൊക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. തക്ക സമയത്ത് വൈദ്യസഹായം ലഭിച്ചാൽ അതൊന്നും ഒരു പ്രശ്നം വരുന്നതായിട്ട് കാണുന്നില്ല. അടുത്തത് അവർക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. 12 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാരിൽ ചിലർക്ക് ആ ബാല്യകാലം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കാം. ചിലരുടെ നല്ല രീതിയിലായിരിക്കാം പോകുന്നത്. ഇതിൽ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വത വരാതെ ഉള്ള ഒരു പെരുമാറ്റ രീതിയൊക്കെ ആയിരിക്കാം ഇവർക്ക് വരുന്നത് ഈ കൊച്ചിലെയുള്ള സമയത്ത്. അതുപോലെ തന്നെ ചില ആപത്തുകൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അവർക്ക് പല രീതിയിലും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് നല്ല വസ്ത്രങ്ങൾ ലഭിക്കാത്തൊരവസ്ഥ ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് വരാം. അതല്ലെങ്കിൽ അവർക്ക് ആഭിചാരക്രിയകൾ മൂലം അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വരുന്നതിനും മനപ്രയാസങ്ങൾ അങ്ങനെയൊക്കെ വരുന്നതിനുള്ളൊരു സാധ്യതയും ഉണ്ട്. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ജീവിതത്തിൽ ഇതിൽ വളരെ ബുദ്ധിമുട്ടിയിരുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അല്പാൽപമായിട്ട് പുരോഗതി വരികയും ദുഃഖവും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളെല്ലാം മാറി കിട്ടുകയും ചെയ്യുന്നു. അത് കൂടാതെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം എന്ത് പ്രയാസമുണ്ടെങ്കിലും വിദ്യാഭ്യാസം മുടങ്ങാതെ അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുകയും നല്ല വിദ്യാഭ്യാസം ലഭിക്കുക അതനുസരിച്ചുള്ള തൊഴിൽ അവർക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള ഭാഗ്യം അവർക്കുണ്ട്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്താനൊരു സമയം കൂടി കാണുന്നുണ്ട് സാധ്യത. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങളുടെ കൂടി നിന്നിരുന്ന മിത്രങ്ങൾ അതായത് സുഹൃത്തുക്കളെല്ലാം നിങ്ങൾ ഈ ഒരു പരക്കുന്ന ഈ അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാർ പരത്തുന്ന കിംവദന്തികളിൽ വിശ്വസിക്കുകയും അവർ നിങ്ങളോട് വൈരാഗ്യവും ശത്രുതയും ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില കെണികൾ വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. കെണികളെന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ നിമിത്തവും സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാർ നിമിത്തവും ഒരു മാനഹാനി വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ യാതൊരു തരത്തിലും നിങ്ങൾ ഇടപെടാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഉള്ളവർക്ക് ധനവരവിന് നല്ല രീതിയിൽ ധനം ഉണ്ടാകാം. പല രീതിയിലുമുള്ള വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ രീതിയിൽ ധാരാളമായി ധനം അവർക്ക് ലഭിക്കേണ്ട ഒരു സമയമാണ്. ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലെല്ലാം അവർക്ക് പോകാൻ സാധിക്കുന്നു. കണ്ടിട്ടില്ലാത്ത കാഴ്ചകളും നാടുകളെല്ലാം അവർക്ക് സന്ദർശിക്കാൻ അവിടെ താമസിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് അവിടെ തങ്ങി ജോലി ചെയ്യുന്നതിന് സാധിക്കുന്നു. അതുപോലെ ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നതിനും നിങ്ങളുടെ ജന്മദിന ആഘോഷങ്ങൾ വളരെ വിപുലമായി നടത്തുന്നതിനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നു. ഇതിന് പ്രമേഹമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് ഇവർക്ക് മക്കൾക്കും പേരക്കുട്ടികളുമായിട്ട് വളരെ സുഖമായിട്ടുള്ള ഒരു ജീവിതം ഇതിൽ ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. അത് പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സമയത്ത് നിങ്ങൾ
വസ്തുവകകൾ അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ വല്ല വ്യാപാര സ്ഥാപനങ്ങൾ ഇതെല്ലാം നടത്തുന്നവരാണെങ്കിൽ, അങ്ങനെ ഒരു ധനാഢ്യ ഒരു സ്ഥിതിയിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി നിങ്ങളെ വസ്തുവകകൾ അപഹരിക്കാനൊരു ശ്രമം ആൾക്കാർ നടത്തിയെന്നിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് നടത്തുന്ന എല്ലാ ക്രയവിക്രയങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം, സുരക്ഷാപരമായിട്ട് വേണം അതെല്ലാം ചെയ്യാനായിട്ട്. 71 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് അവർ കുറച്ച് അനുഭവിച്ച ഭയം, കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ ആൾക്കാരിങ്ങനെ തട്ടിക്കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയുള്ള മനപ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. മനസ്സിന് സമാധാനവും ആരോഗ്യവും എല്ലാം ലഭിക്കുന്നൊരു സമയമാണ്. ഇതിൽ അസ്ഥിയെ സംബന്ധിച്ച ഒരു സർജറി വരുന്നതിനുള്ളൊരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അടുത്ത പുണർതം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പുണർതം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യവും സമ്പത്തും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ 9 വയസ്സ് വരെയുള്ള ബാല്യകാലം. അവരുടെ അച്ഛനമ്മമാർക്ക്, ഈ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് അവരുടെ കുടുംബ വസ്തുവകകൾ അവർക്ക് വിഹിതം വെച്ചിട്ട് ഭാഗം ചെയ്തിട്ട് അതിൽ ഓഹരി കിട്ടുന്നതിന് വസ്തുവായിട്ടോ പണമായിട്ടോ അങ്ങനെയൊക്കെ കിട്ടുന്നതിനുള്ളൊരു ഭാഗ്യവും കൂടി ഈ സമയത്തുണ്ട്. കൂടാതെ തന്നെ പുതിയ വീട് പണിത് അങ്ങോട്ട് മാറുന്നതിനും ഒരു ഭാഗ്യം ഈ കൊച്ചിൻ്റെ ഇതിൽ കാണുന്നുണ്ട്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചില പുണർ നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരുന്നതിനും കൂടി ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതിയും കോടതി നടപടികളൊക്കെ ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ളതിനാൽ നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുക. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കേറുന്നതിനും ഈ ഒരു സമയം കാണുന്നുണ്ട്. അതുപോലെ ആദ്യമൊക്കെ വിദ്യാഭ്യാസത്തിനൊരു തടസ്സം കാണുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസത്തിന് പല തടസ്സങ്ങൾ, സ്കൂളുകൾ മാറി മാറി പോയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല ഒരു ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തിനും കുറച്ച് കഴിയുമ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും അവർക്ക് ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നല്ല തൊഴിൽ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിട്ടൊരു ഭാഗ്യവും കൂടി ഈ സമയം കാണുന്നുണ്ട്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിന് സാധ്യതയുണ്ട്. അവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും. ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വലിയ രോഗങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഈ സമയം അവർക്ക് കാണുന്നില്ല. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. കാരണം അശ്രദ്ധ കാണിക്കുകയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വളരെയധികം പഠിച്ചു നോക്കാണ്ട്, അതായത് വായിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു ലീഗൽ അഡ്വൈസറുടെ ഒരു സഹായം കൂടി തേടിയാതെ നിങ്ങൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതാണ് അശ്രദ്ധ കാണിച്ചാലെന്ന് പറഞ്ഞത്, കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായ വസ്തുനാശവും അതുപോലെ ധനനാശവും എല്ലാം വരുന്നതിനുള്ള ഒരു സമയം കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഈ സമയം. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രനാൾ അനുഭവിച്ച, നേരത്തെ ഉള്ള കാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭയങ്ങളെല്ലാം മാറിക്കിട്ടി അവർക്ക് മനസ്സിനും ശരീരത്തിനും പൂർണ്ണ ശാന്തി ലഭിക്കുന്നു. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുന്നു, അവർക്ക് വീട് വാങ്ങാൻ സാധിക്കുന്നു. നല്ലൊരു ഭാഗ്യമുള്ള ഒരു സമയമാണ്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ധനത്തിന് കുറവ് വരാം, ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്നാലും അവർ വീഴാണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീഴ്ച ഉണ്ടായാൽ എല്ലൊക്കെ ഒടിയുന്നതിനും പിന്നെ അത് സർജറിയൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന നടത്തുന്നതും അതുപോലെ പ്രശ്നങ്ങൾ വച്ചിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ തേടുന്നതെല്ലാം വളരെ നല്ലതായിരിക്കും. എന്നാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കൂ. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന മെയ് മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.